യേശുവിനെ ക്രൂശിച്ച സമയത്ത് ഈ ഭൂമി മാത്രമല്ല പ്രതികരിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? മനുഷ്യരുടെ നിലവിളികൾക്കപ്പുറത്ത് അദൃശ്യമായ ലോകത്ത് ഏറ്റവും ശക്തമായ രണ്ട് പ്രധാന ദൂതന്മാർ ആരും തന്നെ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? മീഖായേൽ സ്വർഗീയ യോദ്ധാവ്, യൂറിയേൽ ദൈവത്തിന്റെ ജ്വാല. യേശുവിനെ ക്രൂശിച്ചു എന്നുള്ള കാര്യം 100 പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ കാര്യം വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. കാൽവരിയിൽ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് യുക്തിയെ വെല്ലുവിളിക്കുന്ന, നമ്മുടെ ഉപദേശത്തെ വെല്ലുവിളിക്കുന്ന, യേശുവിനെ ക്രൂശിച്ച സമയത്ത് എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം എന്ന് നിങ്ങൾ ചിന്തിച്ച എല്ലാ കാര്യങ്ങളെയും തുടച്ചു നിൽക്കുന്ന രീതിയിൽ ആത്മീയ തലത്തിൽ പല കാര്യങ്ങൾ സംഭവിച്ചു. ഇതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നട്ടുച്ചയ്ക്ക് ആകാശം ഇരുണ്ടുപോയതിന്റെ കാരണം എന്താണ്? യേശു ശരീരത്തിൽ മരിക്കുന്ന അതേ സമയം ആത്മാവിൽ എന്താണ് ചെയ്തത്? മഹത്വത്തിന്റെ രാജാവിനെ ഒരു റോമൻ പട്ടാളക്കാരൻ കുന്തം കൊണ്ട് കുത്തിയ സമയത്ത് മീഖായേലും യൂറിയേലും എന്താണ് ചെയ്തത് എന്നൊക്കെ അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. യേശുവിനെ ക്രൂശിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും സങ്കല്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പൊടി നിറഞ്ഞ കുന്ന്, റോമൻ പട്ടാളക്കാർ, കളിയാക്കി ചിരിക്കുന്ന ജനക്കൂട്ടം, 2 കള്ളന്മാർക്കിടയിൽ ക്ഷീണിതനായി രക്തം വാർന്നു കിടക്കുന്ന യേശു, അങ്ങനെയൊക്കെയാണ്. അതെ, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു തലം മാത്രമാണത്. പക്ഷേ നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ കഴിഞ്ഞാലോ? അന്ന് സംഭവിച്ച അമാനുഷിക കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞാലോ? ഗൊൽഗോത്ത എന്ന കുന്നിന് മുകളിൽ ഒരു യുദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നട്ടുച്ചയ്ക്ക് ആകാശം ഇരുണ്ടുപോയി എന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. അത് കാർമേഘമല്ല, ഫുൾ ഇരുട്ടാണ്. 3 മണിക്കൂർ ആ സ്ഥലം മുഴുവൻ ഒരു അമാനുഷിക ഇരുട്ടുണ്ടായി. സ്വർഗീയ തലങ്ങളിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. നമ്മുടെ ഈ ലോകം പോലെ തന്നെ നിലനിൽക്കുന്ന അദൃശ്യ ലോകം അല്ലെങ്കിൽ ആത്മീയ തലം നിശബ്ദമായിരുന്നു. ദൂതന്മാർ പാടുന്നില്ലായിരുന്നു, അവർ മിണ്ടാതെ നോക്കി കാത്തിരുന്നു. സ്വർഗീയ തലങ്ങളിൽ ദൂതന്മാരുടെ കൂടെ ഒരുമിച്ച് പാടിയിരുന്ന പുരാതന മഹാസർപ്പം, അതായത് വീണുപോയ സാത്താൻ, ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. താൻ ജയിച്ചു എന്നൊക്കെ അവൻ വിചാരിച്ചിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവൻ പദ്ധതിയിട്ടിരുന്ന നിമിഷമായിരുന്നു ഇത്. ഏദൻ തോട്ടത്തിൽ വെച്ച് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന പ്രവചനം കേട്ടതു മുതൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. ഇപ്പോൾ ഇതാ ആ പ്രവചന വിത്ത് മരക്കുരിശിൽ കിടക്കുന്നു. രക്തം ഒരുപാട് ഒഴുകുന്നുണ്ട്. സഹായിക്കാൻ ആരും തന്നെ ഇല്ല എന്നവന് തോന്നി. എന്നാൽ സാത്താൻ ഒറ്റയ്ക്കല്ല നോക്കി നിന്നത്. അദൃശ്യ മണ്ഡലങ്ങളിൽ സ്വർഗത്തിലെ ഏറ്റവും നിഗൂഢവും ശക്തവുമായ 2 പേർ കൂടിയുണ്ട്. യുദ്ധത്തിന്റെ പ്രധാന ദൂതനായ മീഖായേലും ദിവ്യപ്രകാശത്തിന്റെയും രഹസ്യങ്ങളുടെയും പ്രധാന ദൂതനായ യൂറിയേലും. അവർ വെറുതെ നോക്കി നിൽക്കുവല്ലായിരുന്നു. പ്രപഞ്ചം കാത്തിരുന്ന നിമിഷത്തിന്റെ കാവൽക്കാരായിരുന്നവർ. മീഖായേലിന്റെ രൂപം ഭയാനകമായിരുന്നു. സ്വർണം കൊണ്ട് പൊതിഞ്ഞ വസ്ത്രമല്ല, മറിച്ച് പുരാതന തീ കൊണ്ട് സ്പന്ദിക്കുന്ന കവചമാണ് അവൻ ധരിച്ചിരുന്നത്. അസാധ്യമായ ഉയരവും ശക്തിയുമുള്ള ഒരു ദൂതൻ. അവന്റെ വാൾ ഊരിയെടുത്തു. ആ വാളിൽ ദൈവത്തിന്റെ നാമങ്ങൾ കൊത്തിവെച്ചിരുന്നു. അവന്റെ ചിറകുകൾ തൂവലുകൾ കൊണ്ടല്ല, മറിച്ച് ജ്വാലയിൽ പൊതിഞ്ഞ പോലെ തിളങ്ങുന്ന ഒരു വസ്തു കൊണ്ടാണ് നിർമ്മിച്ചത്. മറുവശത്ത് യൂറിയേൽ ഒരു നടക്കുന്ന ചൂള പോലെയായിരുന്നു. അവന്റെ ശരീരം സൂര്യന്റെ നിറം കൊണ്ട് പ്രകാശിച്ചു. ബൈബിളിൽ യൂറിയേലിനെ കുറിച്ച് അധികം പറയുന്നില്ല. പക്ഷേ പുരാതന ഗ്രന്ഥങ്ങളിൽ അവനെ ജ്ഞാനത്തിന്റെയും പ്രവചനത്തിന്റെയും ദിവ്യ രഹസ്യങ്ങളുടെയും ദൂതനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോ അവർ ഇവിടെ അവരുടെ സൃഷ്ടാവ് മരിക്കുന്നത് നോക്കി നിൽക്കുമായിരുന്നു. ഭൂമി കുലുങ്ങി, ആത്മീയ മണ്ഡലം നിലവിളിച്ചു. നമ്മുടെ പാപം കാരണം യേശു വേദനിക്കുന്ന സമയത്ത് അദൃശ്യമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. പിശാചിന്റെ സൈന്യം വിറയ്ക്കാൻ തുടങ്ങി. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ പൈശാചിക ശക്തികൾ ആ മലയിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങി. സാത്താന്റെ പ്ലാൻ പോലെയല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറാൻ തുടങ്ങി. യേശു അത് സംഭവിക്കാൻ അനുവദിക്കുന്നത് പോലെയായിരുന്നു അത്. അതാണ് നരകത്തെ ഭയപ്പെടുത്തിയത്. കാരണം പല വിശ്വാസികളും ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഭൂതങ്ങൾ അന്ന് മനസ്സിലാക്കി. അനിയന്ത്രിതമായ ശക്തി ശരിക്കും പറഞ്ഞാൽ അഴിച്ചുവിടുന്നതിനേക്കാൾ വളരെ ഭയാനകമാണ്. യേശുവിന് ശക്തി ഉണ്ടായിരുന്നു, യഥാർത്ഥ ശക്തി. 12 ലഗ്യം ദൂതന്മാരെ വിളിക്കാൻ യേശുവിന് പറ്റുമായിരുന്നു. വേണമെങ്കിൽ സ്വർഗത്ത് നിന്ന് തീയിറക്കാൻ പോലും യേശുവിന് ശക്തി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പോലും ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ യേശു അങ്ങനെ ചെയ്തില്ല. ആത്മീയ മണ്ഡലങ്ങളിലുമെല്ലാം നിശബ്ദമായിരുന്നു. മീഖായേൽ യൂറിയേലിനെ നോക്കി ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവന്റെ വാളിലുള്ള പിടിമുറുക്കി. കൽപ്പന കിട്ടാൻ വേണ്ടി ചങ്ങലേറ്റ സിംഹത്തെ പോലെ അവർ കാത്തിരുന്നു. യൂറിയേൽ മിണ്ടാതെ യേശുവിനെ തന്നെ നോക്കി നിന്നു. കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ അവർക്കറിയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇതൊന്ന് ശ്രദ്ധിച്ചേ. സമയം ആരംഭിക്കുന്നതിന് മുമ്പ്, നക്ഷത്രങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഒരു ചുരുളുണ്ടായിരുന്നു. 7 മുദ്രകൾ കൊണ്ട് മുദ്രയിട്ട ഒരു ദിവ്യ ചുരുൾ. അതായത് ദൈവത്തിന്റെ തന്നെ വീണ്ടെടുപ്പ് പദ്ധതി. ആ ചുരുളിൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഓരോ നീക്കവും
ഓരോ പ്രവചനവും ഓരോ നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കൃത്യസമയത്ത് ആ ചുരുൾ തുറന്നു. യേശു ക്രൂശിൽ മരിച്ചത് എന്തോ തോറ്റുപോയതുകൊണ്ടല്ല. ശരിക്കും പറഞ്ഞ യേശു അവിടെ ജയിക്കുമായിരുന്നു. യൂറിയേലിനും മീഖായേലിനും അത് അറിയായിരുന്നു. ഈ പദ്ധതിയെല്ലാം നേരത്തെ തന്നെ അറിയാം. എന്നാലും ഒരു ദൂതനും മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത വിഷമം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി. അതാണ് നിസ്സഹായത. സ്വർഗം കൽപ്പിച്ചിട്ടല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുത്രൻ ഒരു വാക്ക് പോലും പറയാതെ അവർക്ക് ഇടപെടാൻ പറ്റില്ല. പിന്നെ അത് സംഭവിച്ചു. യേശു ഏലി ഏലി ലാമ ശബക്താനി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ നിലവിളി ഗോൽഗോത്ത മലയിൽ മാത്രമല്ല പ്രതിധ്വനിച്ചത്, അത് എല്ലാ തലങ്ങളിലും തുളച്ചു കയറി. ഇടിമുഴക്കം പോലെ, നിശബ്ദതയെ തകർക്കുന്നത് പോലെ അത് ആത്മീയ മണ്ഡലങ്ങളെ കീറി മുറിച്ചു. അത് ബലഹീനതയുടെ ഒരു നിലവിളി അല്ലായിരുന്നു, അതൊരു ആഹ്വാനമായിരുന്നു, ഒരു സിഗ്നലായിരുന്നു. മീഖായേലിന് അതറിയായിരുന്നു. ആ നിമിഷം അവൻ ഭയത്തോടെയല്ല, മറിച്ച് ആദരവോടെ യൂറിയേലിലേക്ക് നോക്കി. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള നിശബ്ദതയിൽ കുരിശിൽ രക്തം വാർന്നു കിടക്കുന്ന രാജാവ് ഒരു അദൃശ്യ കൽപ്പന കൊടുത്തു. അത് നിത്യതയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. അദൃശ്യ കൽപ്പന. കാഹളം മുഴങ്ങിയില്ല, ഇടിമുഴക്കമൊന്നും ഉണ്ടായില്ല, ചിറകുകൾ വിടർത്തി ഒരു ദൂതന്മാരും ഇറങ്ങിയില്ല. എന്ന സ്വർഗത്തിലെ എല്ലാ സിംഹാസനങ്ങളും എല്ലാ അധികാരങ്ങളും മറഞ്ഞിരിക്കുന്ന എല്ലാ ഭൂതങ്ങളും അത് അനുഭവിച്ചു. ഒരു ദിവ്യ മന്ത്രണം. അത് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയല്ലായിരുന്നു. അത് വായിലൂടെ പ്രകമ്പനം ചെയ്തില്ല. യേശുവിന്റെ ആത്മാവിൽ നിന്ന് ആകാശത്ത് നിലയുറപ്പിച്ച പ്രധാന ദൂതന്മാരിലേക്ക് അത് ആത്മാവിലൂടെ നീങ്ങി. സന്ദേശം ഇതാണ്: ഉറച്ചു നിൽക്കുക, എന്റേത് സൂക്ഷിക്കുക. ആദ്യം അത് ഭൂമിയെ വിറപ്പിച്ചില്ലല്ലോ എന്ന് തോന്നാം. പക്ഷേ മുള്ളുകൾ കൊണ്ട് കിരീടമണിഞ്ഞ് രക്തം വാർന്ന് നിത്യപുത്രന്റെ വായിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ആ കൽപ്പന സ്വർഗത്തെ ഉത്തേജിപ്പിച്ചു. യേശു രണ്ട് ലോകങ്ങൾക്കിടയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യേശുവിന്റെ അധികാരം എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണ ശക്തിയോടെ തന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ യുദ്ധത്തിന്റെ ദൂതനായ മീഖായേൽ തയ്യാറായി. ആദ്യം മുതൽ തന്നെ മീഖായേൽ സ്വർഗത്തിന്റെ സൈന്യാധിപനായിരുന്നു. അവൻ സൈന്യങ്ങളെ നയിച്ചു. വെളിപ്പാട് പുസ്തകം പറയുന്നു, അവൻ മഹാസർപ്പവുമായി യുദ്ധം ചെയ്തു എന്ന്. രാജ്യത്തിന്റെ പേരിൽ അവൻ പ്രഭുക്കന്മാരായിട്ട് പോലും മല്ലുപിടിച്ചു. ക്രൂശിന്റെ ചുവട്ടിൽ അവൻ വെറുതെ നോക്കി നിൽക്കുകയല്ലായിരുന്നു, അവനെ നിയോഗിച്ചു. അവൻ റോമൻ സാമ്രാജ്യത്തിന്റെ ആകാശത്തിന് തൊട്ടുമുകളിലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നു. പക്ഷേ ഈ പ്രാവശ്യം രക്തച്ചൊരിച്ചിലിനോ അല്ലെങ്കിൽ ഒരു ജനതയെ സംരക്ഷിക്കാനോ വേണ്ടിയല്ല അവിടെ നിലയുറച്ചത്. അവൻ ഒരു വ്യക്തിയെ കാവൽ ചെയ്യുമായിരുന്നു. അതാണ് യേശു. എന്നാൽ അതിലുപരി അവനൊരു കൈമാറ്റത്തെ കാത്തിരുന്നു. ഭൗതിക മണ്ഡലത്തിൽ ഇടപെടാൻ മീഖായേലിന് ആ സമയത്ത് അനുവാദമില്ലായിരുന്നു. എന്നാൽ ആത്മീയ മണ്ഡലത്തിൽ അവനെ സ്പർശിക്കാൻ പോലും കഴിയാത്തത്ര മഹത്വമുള്ളവനായിരുന്നു. എന്നാൽ യൂറിയേൽ ഈ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ, മീഖായേലിനെ പോലെ യുദ്ധത്തിന്റെ ദൂതനല്ല അവൻ. അവൻ മേഘങ്ങളിൽ അലറുകയോ ഭൂമിയെ അടിക്കുകയോ ചെയ്തിരുന്നില്ല. യൂറിയേൽ എന്ന് പറയുന്നത് ജ്വാലയാണ്, വെളിപ്പാടാണ്, വെളിച്ചമാണ്. മീഖായേൽ യുദ്ധത്തിനു വേണ്ടി വരുന്നിടത്ത് യൂറിയേൽ വ്യക്തത കൊണ്ടുവരുമായിരുന്നു. അവൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും മനസ്സിൽ ദൈവത്തിന്റെ രഹസ്യങ്ങൾ കൊണ്ടുവരുന്നവനാണ്. ആ കുരിശിന്റെ ചുവട്ടിൽ യൂറിയേലിനോട് പറഞ്ഞിരിക്കുന്നത് ആരെയും ഭയപ്പെടുത്താനല്ല. കാരണം ആ സമയത്ത് യേശു മരിക്കുമായിരുന്നു എന്നല്ല, യേശു പാപമായി മാറി എന്നാണ്. ഇവിടെ നിന്നാണ് കാര്യങ്ങൾ പ്രകൃത്യാതീതമായ രീതിയിൽ മാറുന്നത്. ബൈബിളും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശു അന്ത്യശ്വാസം എടുത്ത ആ സമയത്ത് തന്നെ ദൈവാലയത്തിലുണ്ടായിരുന്ന തിരശ്ശീല കീറിപ്പോയി. പക്ഷേ ആ തിരശ്ശീല കീറി, അതായത് ഒരു തുണിക്കഷ്ണം കീറി എന്നുള്ളത് മാത്രമല്ല, ആ തിരശ്ശീല ശരിക്കും പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള വേർപിരിയലിന്റെ പ്രതീകമാണ്. അത് വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർപിരിക്കുന്നതായിരുന്നു. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതനല്ലാതെ ആർക്കും കയറാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു അത്. എന്നാൽ യേശു മരിച്ച സമയത്ത് ആ തിരശ്ശീല കീറിപ്പോയി. പലർക്കും അറിയാത്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ആ തിരശ്ശീല അമാനുഷിക ശക്തി കാരണമാണ് കീറപ്പെട്ടത് എന്നതാണ്. ദൂതന്മാർ തലമുറകളായിട്ട് ആ തിരശ്ശീലകൾ കാവൽ ചെയ്യുമായിരുന്നു. ഇപ്പോ ദൈവത്തിന്റെ കുഞ്ഞാട് യാഗമായി മാറി. അങ്ങനെ ഒരു കുഞ്ഞാട് തന്നെ അതിന് പാലമായി മാറി. തിരശ്ശീലയ്ക്ക് ഇനി കാവൽ ആവശ്യമില്ല, അതായത് തിരശ്ശീല തന്നെ ഇനി ഇല്ല. യൂറിയേൽ അവസാനമായി ഒരു വിശുദ്ധ തീ പുറപ്പെടുവിച്ചു. ആത്മാവിന്റെ മണ്ഡലത്തിൽ വാൾ ഉറയിലിട്ടു. യുദ്ധം അവസാനിച്ചിട്ടില്ല, പക്ഷെ യുദ്ധം ജയിച്ചു കഴിഞ്ഞു. യേശു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് ഒരു ആത്മീയ കൽപ്പന കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ ഉണ്ടായിരുന്ന പലരും യേശുവിനെ പരിഹസിച്ചപ്പോഴും മീഖായേലും യൂറിയേലും സജീവമായി സംരക്ഷിക്കുകയും കൽപ്പനകൾ നടപ്പിലാക്കുകയും ചെയ്തു എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഭയങ്കര വലുതാണ്. നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോഴും, ശത്രു നിങ്ങളെ മൂടിയിരിക്കുന്നെന്ന് ചിന്തിക്കുമ്പോഴും, എല്ലാവരും നിങ്ങളെ നീ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുമ്പോഴും ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാരോട് കൽപ്പിക്കുന്നു എന്നതാണ് സത്യം. ചിലപ്പോൾ നിങ്ങളുടെ രക്തം ഒഴുകുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ബലഹീനമായി പോയേക്കാം. എന്നാൽ ആത്മീയ തലത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്കായി സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ആളുകൾക്ക് കാണുന്ന തരത്തിലല്ല സ്വർഗം പ്രവർത്തിക്കുന്നത്. ദൈവം സംസാരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നു. ചിലപ്പോൾ ഏറ്റവും വേദനിക്കുന്ന സമയത്തായിരിക്കാം
ഏറ്റവും ശക്തമായ കൽപ്പനകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, യേശുവിനെ ആ ക്രൂശിൽ തറച്ച സമയത്ത് യേശു ഉപേക്ഷിക്കപ്പെട്ടവനായിട്ടല്ല, ദുർബലനായിട്ടല്ല, പരാജയപ്പെട്ടവനായിട്ടല്ലായിരുന്നു. യേശു നിശബ്ദമായിട്ട് ദൂതന്മാരോട് കൽപ്പിച്ച് തൻ്റെ രക്തവും അനുസരണവും മാത്രം ഉപയോഗിച്ച് നരകത്തെ അട്ടിമറിച്ചു. മാംസത്തോടും രക്തത്തോടും പോരാടാനല്ല, മറിച്ച് നിത്യശക്തിയുടെ കൈമാറ്റം സംരക്ഷിക്കാനാണ് മീഖായേൽ കയ്യിൽ വാളുമായി നിന്നത്. നിരീക്ഷിക്കാൻ മാത്രമല്ല, കാലാരംഭം മുതൽ മറഞ്ഞിരിക്കുന്നതെല്ലാം പ്രകാശിപ്പിക്കാൻ യൂറിയേൽ ദൈവത്തിന്റെ രഹസ്യങ്ങളുമായി ജ്വലിച്ചു. പലരും കരഞ്ഞു, റോം ചിരിച്ചു, ഭൂതങ്ങൾ ആശയക്കുഴപ്പത്തിലായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വർഗം ശ്രദ്ധയോടെ നിന്നു. കാരണം യേശു എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ ആ സമയം മീഖായേൽ തന്റെ വാൾ ഉയർത്തി. യൂറിയേൽ ചുരുൾ മറച്ചുവെച്ചു. സ്വർഗീയ തലങ്ങൾ ചലിക്കാൻ തുടങ്ങി. അതിനർത്ഥം നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല എന്നതാണ്. നിങ്ങളുടെ ശരീരം തകർന്നാലും, നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ഏറ്റവും ഒറ്റപ്പെട്ട സമയത്ത് പോലും സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൂതന്മാരുണ്ട്. നിങ്ങളുടെ നിശബ്ദതയ്ക്ക് ശക്തിയുണ്ട്. കാരണം ചിലപ്പോൾ ഏറ്റവും വലിയ വിജയം ഉണ്ടാകുന്നത് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ആയിരിക്കണമെന്നില്ല. ഒരുപക്ഷെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം സംഭവിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.